പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത്. അത് ഏറ്റവും സിവിയർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. കാരണം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അമ്മയുടെയോ കുഞ്ഞിന്റെയോ ജീവന് തന്നെ അപകടമാണ്. കാരണം ഇപ്പൊ നമ്മൾ ഒത്തിരി വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ, അമ്മ സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുഞ്ഞിനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഈ രീതിയിലുള്ള ഇഷ്യൂസിനൊക്കെ പിന്നില് ഒരു പക്ഷേ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ആയിരിക്കാം. അപ്പൊ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാന്ന് ചോദിച്ചാൽ, ഒത്തിരി വയലന്റ് ആയിട്ടുള്ള മൂഡ് ചേഞ്ചസ് ആയിരിക്കും. കാരണം ചില സമയം ഒത്തിരി ചിരിച്ച് സന്തോഷിച്ചിരിക്കും, പെട്ടെന്നായിരിക്കും മൂഡ് മാറി ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നത്. അപ്പൊ ആ രീതിയിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മൂഡ് ചേഞ്ചസ് ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കോമൺ ആയിട്ട് വരുന്നത്, എന്നെ ഇനി ഒന്നിനും കൊള്ളില്ല, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സൂയിസൈഡൽ ആയിട്ടുള്ള തോട്ട്സ് വരുന്ന ഒരു കണ്ടീഷനാണ് ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ കുഞ്ഞാണ് എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നൊക്കെ അവർ അറിയാതെ ചിന്തിച്ചു പോവാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മൊമെന്റിലായിരിക്കും ചിലപ്പോൾ കുഞ്ഞിനെ എന്തെങ്കിലും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ കുഞ്ഞിനെ കൊല്ലാനോ ഒക്കെ ശ്രമിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ അമ്മയുടെയും കുഞ്ഞിനെയും ജീവന് തന്നെ ഭീഷണിയായിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്.